നമസ്കാരമുണ്ട്. നമസ്കാരം. നമസ്കാരം. ഞാൻ നിങ്ങളുടെ പരിപാടിയൊക്കെ എപ്പോഴും കാണാറുണ്ട്. ഓ കാരണം നല്ല ഗംഭീരമാണ്. താങ്ക് യു. പിന്നെ ഈ മോട്ടിവേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോരുത്തർക്ക് പറഞ്ഞു കൊടുക്കണതൊക്കെ. അതെ അതെ, കാരണം അദ്ദേഹം ഇങ്ങനെ ഏത് പരിപാടി ചെന്നാലും അദ്ദേഹത്തിന്റെ ഒരു സാന്നിധ്യം തന്നെ ഒരു മോട്ടിവേഷൻ ആണ് അല്ലേ? അതിന്റെ ഒരു നല്ലൊരു ഗൈഡ് കൊടുക്കണേ. ഇത് ഈ മോട്ടിവേഷനിൽ മാത്രം എനിക്ക് നിങ്ങളോട് തീർപ്പുള്ളൂ, അറിയോ? അതെന്താ എന്താ എതിർക്കേണ്ട കാര്യം? എന്താ ഈ മോട്ടിവേഷൻ കേട്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നേ. എന്താ പ്രശ്നം? നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങൾക്ക് എന്ത് ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ തളരരുത്, നിങ്ങൾ സധൈര്യം മുന്നോട്ട് നടക്കണമെന്ന് പറഞ്ഞു. പറഞ്ഞു. എന്നിട്ട് മുന്നോട്ട് പോയാലാണ് എന്നെ പോലീസ് പിടിച്ച് കൂമ്പിനടിച്ചത്. എന്താ പ്രശ്നം? എന്തായിരുന്നു നിങ്ങളുടെ പ്രശ്നം? എന്തായിരുന്നു? എനിക്ക് കൊറോണ ആയിരുന്നു. ഞാൻ അത് വെച്ചോണ്ട് പുറത്തിറങ്ങിയാണ്. അതും വെച്ച് പുറത്തേക്ക് ഇറങ്ങി നടന്നാ? ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞല്ലേ. അതുകൊണ്ടാണ് ഇപ്പൊ കുറച്ചു ദിവസം ഇവിടെ കാണാഞ്ഞത്. അതുകൊണ്ടല്ല, പിന്നെ അത് പറയാൻ വരെയായിരുന്നു ഞാൻ. എൻ്റെ ജീവിതത്തിലൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസമാണെന്ന്. അതായത് ഞാൻ പുതിയൊരു ചാനലുമായിട്ട് ഒന്ന് കൈകോർത്തേക്കാണ്. പുതിയ ചാനൽ തുടങ്ങും. അപ്പൊ അതിലേക്ക് എൻ്റെ പ്രോഗ്രാമിന് വേണ്ടി വിളിച്ചേക്കാണ്. കാരണം എനിക്ക് ഈ വേദിയിൽ മാത്രം പുള്ളി എന്നെ അനുവദിക്കൂല, കയറ്റിവിടൂല പുള്ളി. എന്ത് ചെയ്താലും നമ്മളാ ഇടിച്ച് തളർത്തി കളയും. മനസ്സിലായില്ലേ? പക്ഷെ നമ്മുടെ കഴിവിനെ അംഗീകരിക്കണ വേറെ ചാനലുണ്ട്. എന്നെ വിളിച്ച് ഞാൻ അവിടെ പോയി ഒക്കെ സെറ്റപ്പ് ചെയ്തിട്ടാ വന്നത്. അവിടെ എന്താ പരിപാടി? എന്താ അത്? അവിടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് ഇവിടെ സ്റ്റാൻഡപ്പ് കോമഡി അല്ലേ, അവിടെ സിറ്റ് ഡൗൺ കോമഡി. സിറ്റ് ഡൗൺ കോമഡി എന്ന് വെച്ചാൽ സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞാൽ നമ്മള് ഇവിടെ വന്ന വേദിയിൽ വന്നവരൊക്കെ നേരെ നിലത്തിരുന്നിട്ട് സ്കിറ്റ് ചെയ്യണം, ജഡ്ജസ് എഴുന്നിട്ട്. കാരണം നിങ്ങൾ ഇരുന്നിട്ട് അവര് നിന്നിട്ടാണല്ലോ, നേരെ ഓപ്പോസിറ്റ് അടിക്കും. അതിനിടയ്ക്ക് ഒരു സംഭവം, ഞാൻ അവിടെ ഒരു കോമഡി ഒരു സാധനം വെറുതെ ചുമ്മാ അടിച്ചു കൊടുത്ത്. അതിന് ഡയറക്ടർ കസേരന്ന് പറഞ്ഞിട്ട് താഴെ വീണ് ക്യാമറാമാൻ ഓടിക്കളഞ്ഞു വീട്ടിലേക്ക്. പിന്നെ അവിടെ ആങ്കർ ചെയ്യണ പെണ്ണുണ്ടല്ലോ, ആങ്കറിന്റെ പെണ്ണിനെ മേക്കപ്പ് മാൻ ഇങ്ങനെ കണ്ണെഴുതിക്കൊണ്ടിരിക്കുന്നു. അവന്റെ നീ ഐബ്രോ കണ്ണി കുത്തിക്കറി. ഞാൻ പറഞ്ഞും പോയി. ഒരു എതിർപ്പുണ്ട്. കാരണം നിങ്ങളെ പോലെ ഒരാള് ഇത്രയും എപ്പിസോഡുകളിൽ നമ്മളോടൊപ്പം നിന്നിട്ട് ഇവിടെയുള്ള മോശം തമാശ മുഴുവൻ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു നല്ല തമാശ കിട്ടിയപ്പോ നിങ്ങളത് വേറൊരു ചാനലിൽ പോയി പറഞ്ഞു. ചോറൊരിടത്തും കൂറൊരിടത്തും എന്ന് പറയും. അങ്ങനെ അല്ലായിരുന്നു. സംബന്ധിച്ച് അത് ചെയ്യരുത് മാമ. അല്ല, അവിടെയാണ് ചെയ്യാൻ പോകുന്നത്. എന്റെ ഷോ അവിടെ ഷോ നടക്കാൻ ഇവിടെ നമുക്ക് നിങ്ങൾ ഇവിടെ വന്നപ്പോൾ മോശം പറഞ്ഞുകൊണ്ടാണ് ഇവിടെ അവസരം കിട്ടാത്തത്. അവിടെ പോയി നല്ലത് പറഞ്ഞു, അതുകൊണ്ടാണ് നിങ്ങളെ അവിടെ എടുത്തത്. നിങ്ങൾക്ക് ആ നല്ലത് ഇവിടെ പറയാൻ പാടില്ലായിരുന്നു. ഈ കൗണ്ടർ പുറത്ത് കൊടുക്കരുതെന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ പറയുന്നത് അവരോട് പറ, അത് ടെലികാസ്റ്റ് ചെയ്യരുതെന്ന് പറയൂ, എന്നിട്ട് അത് ഇവിടെ സംഭവം ഇതാണ്. ഞാൻ തലേദിവസത്തിൽ വൈകിയ കിടന്നുറങ്ങിയത്. ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റാൽ മതിയല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ഞാൻ കിടന്നുറങ്ങി. 5 മണിയായി കഴിഞ്ഞപ്പോഴേക്കും അലാറം അടിച്ച്. എൻ്റെ ഉറക്കം പോയില്ലേ, ഞാൻ ചാടി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ കരി സഹിക്കാൻ പറ്റാണ്ടായി. ആ അലാറം നോക്കിയാണ് ഇത് അടിച്ചുകൊണ്ടിരിക്കല്ലേ. നോക്കുമ്പോൾ തൊട്ടപ്പുറത്ത് വീട്ടിലെ കൂട്ടുകാരൻ്റെ അച്ഛൻ കയറി എൻ്റെ റൂമിലേക്ക് വന്നു. നിങ്ങളുടെ അച്ഛനല്ലേ അങ്ങോട്ട് വരേണ്ടത്? അല്ല, അത് ശരിയാവൂല. എന്നുവെച്ചാൽ അവിടെ ഗ്രൂമേഴ്സ് പറഞ്ഞേക്കണത് സ്വന്തം അച്ഛൻ്റെ പേര് പറയരുത്, നമ്മൾ പുറത്തുള്ള ആൾക്കാരെ പറയാവൂ. കൂട്ടുകാരനാണെങ്കിലും പുറത്തുള്ള കൂട്ടുകാർ പറയാൻ പറ്റുള്ളൂ. കൂട്ടുകാരൻ്റെ അച്ഛൻ കയറി വന്ന് എന്നിട്ട് ചോദിച്ചു, മോനെ എന്താടാ നിന്റെ മുഖം എന്താ ചോന്നിരിക്കണം, നിന്നെ ആരെങ്കിലും അടിച്ചാ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ അടിച്ച്. ആരടിച്ച്? അലാറം അടിച്ച്. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഈ അച്ഛൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ അലാറം ഇങ്ങോട്ട് എടുത്തിട്ടില്ലേ, ഒറ്റ ഇറങ്ങി പൊട്ടിച്ചോളാം ഞാൻ. എന്നിട്ട് അച്ഛൻ പറയണേ, എടാ അലാറം നീ കൊണ്ടോ കേസ് കൊടുക്കടാ, ഞങ്ങൾ കോടതിയിൽ വാദിച്ചോളടാ. ഇല്ല, അവരൊക്കെ അവിടെ തന്നെ ഇപ്പൊ ഉണ്ട്. ഇപ്പൊ എന്താ പോകുന്നത്? എന്താ? അല്ല, ഞാൻ പോകുന്നതെന്ന് വെച്ചാല് ഡയാന കൊച്ചിനൊന്നും അവിടെ ആങ്കർ ചെയ്യാൻ വേണ്ടി വിളിക്കാൻ നേരി തന്നെ. അപ്പൊ നമ്മളാകുമ്പോ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ മോളെ, അല്ലേ? അപ്പൊ അവിടെ മോള് എന്തായാലും അവിടെ വരണം, ഇല്ലാന്ന് പറയരുത്. പറയണ കാശി തരും. പറയണ പൈസ കൊടുക്കോ? പ്രൊഡ്യൂസർ പറയണ കാശി ഈ കൊച്ചിന് കൊടുക്കും, ഞാൻ മേടിക്കും. ഹലോ, അതെ ഞാനാണ്. ആണോ? ശരി. അതിപ്പം അങ്ങനെ പറഞ്ഞ ഒന്നും കൂടി ശ്രമിച്ചു നോക്കൂടെ? ഒന്നും കൂടി ആലോചിച്ച് മറ്റേ ഒന്ന് പറഞ്ഞിട്ടേ ഒന്നും കൂടി ആലോചിച്ച് നോക്കുന്നുള്ളൂ. ഞാൻ വരാം.
പറ്റൂല്ലേ? എന്തുപറ്റി? ഏ എന്തുപറ്റി? അല്ല, അവിടെ ഷൂട്ട് തുടങ്ങി. ഞാനപ്പോൾ അവിടെ എന്നാ നോക്കിയിട്ട് കണ്ടില്ല അവിടെ. അപ്പോൾ എനിക്ക് പകരം വേറൊരാൾ അവിടെ എടുത്ത്. നിങ്ങളിപ്പോ ഞാൻ മോട്ടിവേഷൻ കൊടുക്കേണ്ടി വരും. ഇല്ല, ഇപ്പൊ പുള്ളി ഏതായാലും ഇരിക്കുന്ന സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു എപ്പിസോഡിന് സിറ്റ് ഡൗൺ കോമഡി എന്ന് പേരിടാം. ശവത്തി കുത്തല്ല വിഷയം. ഏത് ചാനലാണ് നിങ്ങളെ വിളിച്ചത്? ക്ലിഞ്ഞോ പ്ലിഞ്ഞോ മീഡിയ. വിളിഞ്ഞോ മീഡിയോ? യൂട്യൂബ് ചാനലാണ്. 6 മാസം കൊണ്ട് 7 സബ്സ്ക്രൈബേഴ്സും വന്നതാണ്.